ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. രാവിലെ തന്നെ നല്ല വെടിച്ചില്ല് മഴയാണ്. ഫുള്ള് പാക്കൊക്കെ ചെയ്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് എന്നപ്പോഴത്തേക്കും അടിപൊളി. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. എന്തായാലും നാട്ടിൽ മഴ വേണ്ട സമയത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് പറയാം, ഞാൻ ഒരു കേരള യാത്രയും നടത്താം. നല്ല കിള്ളം പോലത്തെ മഴ വരും. ഡാൽമച്ചാൻ പറയുന്ന പോലെ തന്നെ എന്താ പറയുക, ഇപ്പം ഋഷ്യശൃംഖൻ ഓൾ ഇന്ത്യ റൈഡിന് ഇറങ്ങിയ ഒരു അവസ്ഥയായി. ഇവിടെ പോയിട്ടുണ്ടേലും മഴ പുറകെ വരുന്നുണ്ട്. ഇന്നലെ വരെ ഇവിടെ മഴയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇന്ന് തുടങ്ങിയ മഴയാണ്, ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴയാണ്. ഞാനിവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം എന്തായാലും മഴ പറയട്ടെ. എല്ലാം പാക്കിംഗ് ആണ്, സെറ്റാണ്. ഇതാ പ്രഭാകരൻ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ ഒന്ന് കുളിപ്പിച്ചെടുത്തതാണ്, എന്നാലും ഇന്ന് വീണ്ടും കുളിക്കുന്നുണ്ട്. പുള്ളി നനയട്ടെ, കുളിക്കട്ടെ, സുഖിക്കട്ടെ. ഇനിയിപ്പോൾ നമ്മളുണ്ടല്ലോ, ഇന്ന് രാവിലെ തേജു എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ആദ്യം ഇവിടുത്തെ ബോർഡർ, അരുണാചൽ ബോർഡർ, അവിടെ പോകുന്നു. എൻ്റെ കയ്യിൽ ഓൾറെഡി ILP ഉണ്ട്. അത് ഒരു മാസമാണോ കാലാവധി എന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു മാസം ആയിട്ടില്ല, ഇനി 9 ദിവസം കൂടി ഉണ്ട്. ഇനിയിപ്പം സ്വാതിക്ക് അവർക്കും കൂടി ILP എടുക്കണം. എൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും എടുക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ പ്ലാനിൽ പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് ചേഞ്ചാണ് കേട്ടോ. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിബുത്തു പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ. കിബുത്തു, ഡോങ്, ആ ഒരു ഏരിയയിലേക്ക്, ഇന്ത്യയുടെ ഏറ്റവും ഈസ്റ്റേൺ സൈഡിലേക്ക് ഒക്കെ ആയിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയ മഴയാണ്. ഇപ്പോൾ കുറച്ച് തോർന്നിട്ടുണ്ട്. അപ്പം കാലാവസ്ഥ സൈറ്റുകളിലും ഒക്കെ ഒന്ന് വെതറൊക്കെ നോക്കിയപ്പോൾ സമയത്ത് അനൗൺസ്മെൻറ്റ് വന്നേക്കുന്നത് അടുത്ത ഒരു 10 ദിവസത്തേക്ക് ആ ഒരു റൂട്ടിൽ, അതായത് അരുണാചലിൻ്റെ ആ ഒരു ഭാഗത്തെല്ലാം നല്ല മഴയാണ് എന്നാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചറും വല്ലാതെ ലോ ആണ്. ഏകദേശം ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറും -6 ഒക്കെ വരും ഡോങ്ങിൽ ആ ഒരു സമയത്ത്, അടുത്ത തിങ്കളും ചൊവ്വയും ബുധനൊക്കെ. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സൂര്യോദയം കാണുക എന്നുള്ളതാണ്. മഴയാണെങ്കിൽ സൂര്യോദയം കാണാൻ പറ്റില്ല. പിന്നെ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ നമുക്ക് രാവിലെ പുറത്ത് പോലും ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ള മെച്ചുക്ക പോയപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ് അരുണാചലിലെ മഴയുടെ ആ തീവ്രതയും ആ റോഡിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. അപ്പം വെറുതെ പോയിട്ട് വരേണ്ടി വരും. കാഴ്ചകളൊന്നും ഭംഗിയോടെ കിട്ടത്തില്ല, കാണാനും പറ്റില്ല. അതുകൊണ്ട് എന്തായാലും മഴ കുറയുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് മുമ്പോട്ട് പോകാം, യാതൊരു തരം പ്ലാനിങ്ങും ഇല്ലാതെ. അങ്ങനെയാണ് കേട്ടോ പ്ലാനുള്ളത്. അങ്ങനെയാണുള്ളത്, അത് പ്ലാനല്ലല്ലോ. ഇപ്പം നമ്മൾ നേരെ അന്നേരം ജോറാഘട്ട് എന്ന് പറഞ്ഞിട്ട്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മെച്ചുക്കയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ജോറാഘട്ട് ആ ഒരു റൂട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നേരെ ഗുവാഹത്തിയാണ് ലക്ഷ്യം. ഗുവാഹത്തിക്ക് ശേഷം എങ്ങോട്ട് പോകണം എന്നുള്ളത് അവിടെ എത്തിയതിന് ശേഷമാണ് തീരുമാനിക്കുക. നമുക്കുണ്ടല്ലോ കുറേ നേരമായി ഓടിക്കുന്നേ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ചായ കുടിക്കാം. ഇവിടെ ഒരു കുഞ്ഞ് കൊച്ചിൻ്റെ കട കണ്ടേ. അപ്പോൾ കൊച്ചിനെ കണ്ടുകൊണ്ട് നമ്മൾ ചായ കുടിക്കാൻ നിന്നേ. ചായ മിലേഗാ നാ? हाँ चाय दीजिए. आपका नाम क्या है? മെഹാലി ബുറു. ചായം കുടിച്ച് വീണ്ടും ഓട്ടം തുടങ്ങിയേ. നമ്മളെന്തായാലും ഇന്നത്തെ പ്ലാൻ പ്രകാരം ജോറാഘട്ട് നമുക്ക് എത്താൻ പറ്റില്ല. അപ്പം അതിൻ്റെ തൊട്ട് കുറച്ച് ഇപ്പറയുള്ള ശിവസാഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് ഹോൾട്ട് ചെയ്യാനുള്ളൊരു പ്ലാന്. അപ്പോൾ അവിടെ ചെല്ലണം, താമസത്തിനുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കണം. ഇനിയുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വിദ്യ പറഞ്ഞുതരാം. വേറെ ആർക്കും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിൽ ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണില്ലേ, അത് അമർത്തുക. അതിനുശേഷം ബെല്ലൈക്കൺ ഓൾ സെലക്ട് ചെയ്യുക. ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ടിരിക്കാനുള്ള വക നിങ്ങൾക്ക് കിട്ടുമേ. ജസ്റ്റ് ഒന്ന് പരീക്ഷ നോക്കുക നിങ്ങൾ. ഓൺ ദ വേയിലൊരു രണ്ടാമതൊരു ചായ കൂടി കുടിക്കാൻ വേണ്ടി കയറിയതാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ 2-3 ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളിവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. താങ്ക്സ് ഭയ്യ. ഓക്കെ, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അന്നേരം ഇപ്പോൾ ഇവർ പറഞ്ഞത് ഈ 12ഉം 13ഉം ഇവിടുത്തെ ആസാമിൻ്റെ ഒരു മെയിൻ ഫെസ്റ്റിവൽ, അതായത് നമ്മുടെ ഈ വിഷു ഇല്ലേ, അതൊക്കെ പോലെ തന്നെ ഇവരുടെ ഒരു ഫെസ്റ്റിവൽ നടക്കുക എന്ന് പറഞ്ഞാൽ. ഓ ഫെസ്റ്റിവൽ കാ നാം ക്യാ ഭയ്യ? ബിഹു എന്ന് പറയും. നമ്മുടെ വിഷു ഇവരുടെ ബിഹു കേട്ടോ. അതുപോലെ
ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പം പറ്റുവാണെങ്കിൽ കൊയ്ത്തുത്സവം പോലത്തെയാ, എവിടെയെങ്കിലുമൊക്കെ ആസ്വദിച്ച് പോകാൻ. ഹായ് കേരളാസേ. കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലല്ലേ. ഗുംനേക്കലിയേ. നമ്മൾ ആസാമിൽ ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെയുള്ള ആൾക്കാരുണ്ടല്ലോ ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ നമ്മുടെ അടുത്തോട്ട് വരും, സംസാരിക്കും, വർത്തമാനം പറയും. കേരളത്തിൽ നിന്നാണ് വണ്ടി കണ്ടിട്ടാണ് വരുന്നത്. കേരളം എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് പ്രത്യേക ഒരു സ്നേഹവും കയറിക്കോ സ്നേഹവും താല്പര്യവും ഒക്കെയാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ പോയൊരു ഫീലാണ് ഇവിടെ വരുമ്പോൾ. അതുകൊണ്ട് ബൈ. ഞാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പം ആണോ, ഓസിനായിട്ട് ടാറ്റ കിട്ടിയില്ലേ? കൂടെ ഇനി അപ്പം നമുക്ക് പറ്റിയെങ്കിൽ എവിടെന്നെങ്കിലും വാഹു കാടാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വിഹു കൂടാം കേട്ടോ, വിഹു. അപ്പം ഇപ്പോൾ ഉണ്ടല്ലോ നമ്മൾ പോകുന്നത് അഭിപ്രായയുടെ പരിചയത്തിലുള്ള ആരോ ഇവിടെയുണ്ട്. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ഇന്നത്തെ താമസം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അറിഞ്ഞുകൂടെ കിട്ടുമില്ല എന്ന്, അവിടെ പോയെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് എന്തായാലും പോയി നോക്കാം കേട്ടോ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഇന്നലെ അഭിപ്രായയുടെ ഫ്രണ്ടിൻ്റെ റൂമിലാണുള്ളത്. അഭിപ്രായം എല്ലാവരും എടുത്തിരിപ്പുണ്ട്. ഓക്കെ. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പ്ലാനുകളിൽ മൊത്തത്തിൽ ഈ ഒരു ഇനി വരാൻ പോകുന്ന ഒരു 1-2 ആഴ്ചത്തേക്കുള്ള പ്ലാനായിരുന്നു നമ്മുടെ കിബത്തുവും അതിനോട് ചേർന്ന അനനിയും അതുപോലുള്ള അരുണാചലിൻ്റെ കാണാത്ത സ്ഥലങ്ങളിലേക്കുള്ള യാത്രയൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് പ്രഭാകരൻ്റെ സർവീസൊക്കെ ചെയ്ത് സെറ്റാക്കി എല്ലാം റെഡിയാക്കി എടുത്തത്. പക്ഷേ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല. അടുത്തൊരു 21 വരെ ഭയങ്കര മഴയാണ് പ്രഡിക്ഷൻ. അതായത് ഇനിയിപ്പം ഇന്നും നാളെയും കൂടി കുറച്ച് തെളിഞ്ഞു നിൽക്കും, പാർഷ്യലി ക്ലൗഡി ആയിരിക്കും. അതിനുശേഷം നല്ല മഴ അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഉള്ളത്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ നല്ല രീതിയിൽ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ടെമ്പറേച്ചർ നല്ല രീതിയിൽ ഡ്രോപ്പ് ആവുകയാണ്. -6 ഏറ്റവും കുറവ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാൻ, അങ്ങോട്ടേക്ക് പോകുന്ന പ്ലാന് മൊത്തത്തിൽ ഡ്രോപ്പ് ചെയ്യേണ്ട വന്നു. അതായത് ഇപ്പം ഞാനിങ്ങനെ ഫുള്ള് ബ്ലാങ്കിൽ നിൽക്കുകയാണ്. എങ്ങോട്ടേക്ക് പോകണം? നമുക്ക് ഓൾറെഡി നമ്മുടെ യാത്രകൾ അങ്ങനെയാണ്, അധികം പ്രീ പ്ലാൻ ഒന്നും ഇല്ലാതെ യാത്ര പോകുന്നതാണ്. പക്ഷേ ഇത് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ട് മുമ്പോട്ടേക്കുള്ള റൂട്ടൊന്നും, വേറെ ഏത് റൂട്ടിലാണ് പോകാന്നുള്ളതൊന്നും ഒരു തീരുമാനം, ജസ്റ്റ് മൈൻഡിൽ പോലും ഒരു തീരുമാനമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ രാവിലെ എണീറ്റ് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ചിന്തയിൽ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ യാത്രയുടെ ആ ഒരു എന്താ പറയുക, മുമ്പോട്ടുള്ള ആ ഒരു എന്താ പറയുക, അരക്ഷിതാവസ്ഥ, അങ്ങനെ എന്തോ ഒരു വേർഡ് യൂസ് ചെയ്യും. എന്തായാലും ആ വേർഡ് കിട്ടിയില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ യാത്രയുടെ അവസ്ഥ അങ്ങനെയാണ്. എന്തായാലും നമുക്ക് യാത്ര മുന്നോട്ട് പോകണം. ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം ഇനിയിപ്പോൾ എൻ്റെ പ്ലാനുകൾ എന്തെല്ലാമാണെന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഞാൻ യാത്ര തുടങ്ങിയിട്ട് ഇതിപ്പം 6ാമത്തെ മാസത്തിലേക്ക് കടന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ യാത്ര. അപ്പോൾ യാത്രയ്ക്കിടയിൽ ഒരുപാട് ആളുകളെ കണ്ടു, ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. രാഹുൽ മച്ചാൻ ഉണ്ടായിരുന്നു ഒരുപാട് നാളെ കൂടെ. അത് കഴിഞ്ഞ് രാഹുൽ മച്ചാൻ തിരിച്ചു പോയി. അതിനുശേഷം ബാക്കിയുള്ള ഒരുപാട് ആളുകൾ വന്നു. ശരൺ ബ്രോ വന്നു. ശരൺ ബ്രോയും അതിന് ശേഷം തിരിച്ചു പോയി. ഒരുപാട് ആൾക്കാരെ കണ്ടു. ഇപ്പം അഷ്റഫിക്കനെ കണ്ടു, അതിനുശേഷം അഭിപ്രോവിനെ കണ്ടു, അവിചാരിതമായി എല്ലാവരെയും കണ്ടു. അതിന് മുമ്പ് വരെ ഒരു 3 ആഴ്ച മുമ്പ് വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഒരു ആവറേജ് വ്യൂ എന്ന് പറയുന്നത് ഒരു 500 പേര് 600 പേരൊക്കെ ആയിരുന്നു. ഇവരെയൊക്കെ കണ്ടതിന് ശേഷം നമ്മളുടെ ആ ഒരു വ്യൂവിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. ഒരുപാട് ഫാമിലി, ഫ്രണ്ട്സ്, സ്നേഹമുള്ള ആൾക്കാർ നമുക്ക് കൂടുതൽ കിട്ടി. ആ ഒരു കമൻ്റൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പോസിറ്റീവ്നെസ് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു, നീ ഈ ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇൻകം, ഈ പൈസയൊക്കെ എവിടുന്ന് കിട്ടുന്നു, സമയം എവിടുന്ന് കിട്ടുന്നു, അങ്ങനെയൊക്കെ നീ എന്താ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചേ. ഞാൻ മുമ്പ് വർക്ക് ചെയ്തത് ഒരു ബയോമെഡിക്കൽ സർവീസ് എഞ്ചിനീയർ ആയിട്ടാണ്. ബേസിക്കലി ഒരു പേര് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് വലിയ ഇൻകം ഉള്ള ജോലിയൊന്നും അല്ല അത്. അപ്പോൾ ആ ഒരു ജോലി രാജിവെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനുള്ള ഇൻകം ഈ ഒരു വർഷം ഏകദേശം ഞാൻ 6 വർഷത്തോളം വർക്ക് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് മാറ്റിവെച്ച ഒരു കുറച്ച് പൈസ സേവിങ്സ്, വലിയ സേവിങ്സ് ഒന്നുമില്ല, ചെറിയൊരു പൈസ, ഒരു 60,000 രൂപ വെച്ചാണ് ഞാൻ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്.
ഇതുവരെ ആയിട്ടുള്ള എക്സ്പെൻസ് കാര്യങ്ങൾ ഇതുവരെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. എത്ര രൂപ കയ്യിൽ നിന്ന് പോയി, എത്ര രൂപയ്ക്ക് ഒരു ദിവസം ചിലവാകുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും നോക്കലില്ല. അതുകൊണ്ടാണ് പലരും എന്നോട് എത്ര രൂപ ചിലവാകും, ബഡ്ജറ്റ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്തത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പൈസ നോക്കി ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സങ്കടം വരും. പൈസ നോക്കരുത്, നമ്മളുടെ ആഗ്രഹം നോക്കി ട്രാവൽ ചെയ്യുക, പൈസയൊക്കെ തന്നെ വരും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ യാത്രകൾ. ആ ഒരു എന്താ പറയുക, കയ്യിലെ പൈസ, ആ ഒരു പൈസയൊക്കെ തീർന്നു. 6 മാസം 60,000 രൂപ വെച്ചിട്ട് എങ്ങനെയായാലും ഓടൂല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പെട്രോളിന് തന്നെ നല്ലൊരു പൈസ വരും, പിന്നെ താമസം, ഭക്ഷണം, എല്ലാത്തിനും. എന്താ പറയുക, നമ്മളുടെ ഈ വീഡിയോയ്ക്ക് ശേഷം ഇപ്പോൾ തുടക്കം മുതലേ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം ഫാമിലിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് ഹെൽപ്പുണ്ട്. അല്ലാതെ തന്നെ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നത്, ഇപ്പം ഷരംബ്രോയിൻ്റെ ഒക്കെ കേസാണെങ്കിൽ ഇപ്പം ഞാൻ തുടക്കത്തിൽ തന്നെ പുള്ളി എന്നെ ആദ്യമായിട്ട് വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു എന്നെ സബ്സ്ക്രൈബർ എന്നല്ല, നമ്മുടെ ഫാമിലി മെമ്പർ എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിയായിരുന്നു. അതിന് പുള്ളി എൻ്റെ കൂടെ വന്ന് പുള്ളി ജോയിൻ ചെയ്തു. പുള്ളി അതിന് ശേഷം അഷ്റഫിഖാനെ പരിചയപ്പെടുത്തി തന്നതും അത് ഈ ഒരു ട്രാവലിൻ്റെ വലിയൊരു വഴിത്തിരിവാണ് കേട്ടോ. അഷ്റഫിഖാനെ പരിചയപ്പെടുത്തി തന്നതും ഒക്കെ പുള്ളിയാണ്. അപ്പോൾ പുള്ളിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഹെൽപ്പുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പുള്ളി എന്നെ ആളെ വിട്ടടിക്കും, പേരെവിടെയും പറയാൻ പാടില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ കുറച്ചൊക്കെ ആളുകൾ അറിയണം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പം അങ്ങനെ പല പല ആളുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം മുമ്പോട്ടുള്ള യാത്രയ്ക്ക്. അതായത് വളരെ ചുരുങ്ങിയ ചിലവിൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞാനിപ്പോൾ വില്ലേജ് ഏരിയയിലേക്കാണ് കൂടുതലും ട്രാവൽ ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് തന്നെയാണ്. നമ്മൾ വില്ലേജിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടോ, പലപ്പോഴും പല ആളുകളുടെ വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കണ്ട, ഭക്ഷണത്തിന് പൈസ കൊടുക്കണ്ട, ഒന്നിനും പൈസ കൊടുക്കണ്ട, അപ്പോൾ ഫ്രീ ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ ചിലവ് കുറച്ച രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഇതുവരെയുള്ള എൻ്റെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം അതെത്രയാണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് 2019 നവംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ചാനൽ. ഒരു വർഷം ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതുവരെ ആയിട്ടുള്ള എൻ്റെ യൂട്യൂബിൽ നിന്നുള്ള ഏണിങ്സ് എന്ന് പറയുന്നത് 0 ആണ്. 1 രൂപ പോലും എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വന്നിട്ടില്ല കേട്ടോ. പക്ഷെ അത് എനിക്കൊരു സങ്കടമുള്ള കാര്യമല്ല. കാരണം യൂട്യൂബിൽ നിന്നുള്ള ഒരു വരുമാനം പ്രതീക്ഷിച്ചിട്ടല്ല യാത്ര തുടങ്ങിയത്. ആദ്യത്തെ യാത്ര ഞാൻ എങ്ങനെയാണ് തുടങ്ങിയെന്നുള്ള കാര്യങ്ങൾ ഞാൻ കുറേയും കൂടി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ഞാൻ എൻ്റെ ഏറ്റവും ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ എന്തുകൊണ്ടാണ് യാത്ര ചെയ്തത് എന്നുള്ള ചെറിയൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എന്താണ് കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചില ഊർജ്ജങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈഫിലൊന്നും അവസാനമല്ല, എല്ലാ അവസാനങ്ങളും വേറെ എന്തെങ്കിലും വലിയൊരു പുതിയ തുടക്കത്തിനുള്ള ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് പോയിൻ്റാണ് കേട്ടോ. അത് ഞാൻ തെളിയിക്കുകയാണ് എൻ്റെ യാത്രയിലൂടെ. തെളിയിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എൻ്റെ യൂട്യൂബ് വരുമാനം എത്രയാണ്, എത്ര ലക്ഷം രൂപ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ആരോടും ഒരു പരിഭവവും ഇല്ല, ആരോടും ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊന്നും ഇവിടെ പറയേണ്ട ഒരു ആവശ്യമില്ല. അതാണ് അതിൻ്റെ വേറൊരു കാര്യം. യാത്ര ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. ഇനിയിപ്പോൾ അടുത്ത മുന്നോട്ടുള്ള പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ നമുക്ക് ഇന്ത്യ വിടാം. അതായിരിക്കും കുറച്ചൊരു ബെറ്റർ. നേപ്പാളിലേക്ക് പോകാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി സിക്കിമിനും ഇതിനെല്ലാം ശേഷം ഒരു കഴിഞ്ഞ മാസം ആസ് പെർ ദ പ്ലാൻ കഴിഞ്ഞ മാസം നേപ്പാൾ കയറേണ്ടതായിരുന്നു. പക്ഷെ അത് പ്ലാൻ നമ്മളുടെ എക്സ്റ്റെൻഡായി വന്നതാണ്. അപ്പം നേപ്പാളിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡർ ഓപ്പൺ ആണ്, ആളുകൾക്ക് മാത്രം, നമുക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രഭാകരനെ നമ്മൾ സൈഡിൽ എവിടെയെങ്കിലും വെക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചിങ്ങനെ മടിച്ച് നിൽക്കുന്നത്. പ്രഭാകരനില്ലാതെ യാത്ര ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ്റെ പുറത്ത് നിൽക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആണെങ്കിൽ ഇപ്പം മ്യാൻമാർ ബോർഡർ സൈഡ് ആണെങ്കിലും ഇന്ത്യയായിട്ട് അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുടെയും ബോർഡർ ക്ലോസ്ഡ് ആണ് കേട്ടോ. ആ വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല. ആകെ നടന്നു പോകാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേപ്പാൾ മാത്രമേ ഉള്ളൂ. ഭൂട്ടാൻ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നായിരുന്നു. പക്ഷേ ഭൂട്ടാൻ്റെ ബോർഡറും ഇപ്പോൾ ക്ലോസ് ആണ്. ടൂറിസ്റ്റുകൾക്ക് അവർ എൻട്രി കൊടുക്കുന്നില്ല. അപ്പം അതൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ ഒരു പരിങ്ങലിൽ നിൽക്കുകയാണ്. എന്തായാലും
നേപ്പാളാണ് മൈൻഡിലുള്ളത്. പ്രഭാകരനെ കൂട്ടാതെ നേപ്പാൾ പോകുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കൂടി കേട്ടിട്ട് ഞാൻ എന്തായാലും അത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ടൊന്ന് പറയാം. എല്ലാവരുടെയും സപ്പോർട്ട്, പിന്തുണ പ്രതീക്ഷിക്കുന്നു. അത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അടുത്ത എപ്പിസോഡിൽ നമ്മുടെ മുമ്പോട്ടുള്ള പ്ലാന്, യാത്രയുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റ്, ടേണിംഗ് പോയിൻ്റ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.